നോക്കിക്കോളൂ. അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു ടെസ്റ്റ് ചാർജിനെ വേറൊരു വലിയ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് ഇലക്ട്രിക് ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട ടോട്ടൽ വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള തൊട്ടടുത്തുള്ള രണ്ട് പോയിന്റുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് തൊട്ടടുത്തുള്ള രണ്ട് പോയിന്റുകളുടെ പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും യൂണിറ്റ് എന്താണ്? വോൾട്ട് തന്നെയാണ്. രണ്ടിനെയും ഡിനോട്ട് ചെയ്യുന്നത് വി വെച്ചിട്ട് തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് പോലെ തന്നെയുള്ളൂ, വലിയ വ്യത്യാസങ്ങളില്ല. ഇനി അടുത്ത ഹെഡിങ് എഴുതേണ്ടത് ഇവിടെ ഒരു ഡെറിവേഷൻസ് ആണ്, കൺസെപ്റ്റാണ്, ഇത് പഠിച്ചോണം, നോക്കിക്കോളൂ. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇങ്ങനെ എഴുതിക്കോ, ഇതായിട്ട് എഴുതിക്കോ. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇ വെക്ടറാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇ ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സ്കെയിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി വീണ്ടും ഞാനൊരു പ്ലസ് ക്യൂ ചാർജ് വെച്ചിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഓക്കെ ആണല്ലോ? ഞാൻ ഇത്രയുമേ വരയ്ക്കുന്നുള്ളൂ. അപ്പം ഇവിടെ ഞാൻ രണ്ട് പോയിന്റ് എടുക്കുന്നു. ഇത് എയും ഇത് ബിയും എടുക്കുന്നു. ഇത് ഇൻഫിനിറ്റി ആണെന്നുള്ള വിചാരിച്ചു. ഇൻഫിനിറ്റിയിൽ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്, പി എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കട്ടെ. അപ്പം ഈ ഇൻഫിനിറ്റിയിൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് ചാർജ് ഇരിപ്പുണ്ട്. ടെസ്റ്റ് ചാർജിനെ എനിക്ക് എവിടെ കൊണ്ടുവരണം? എനിക്ക് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവരണം. ഇവിടെ ഒന്ന് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ആ കേസ് വെച്ചിട്ടാണ് ഓരോ റിലേഷൻ പറയുന്നത്. ഇയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വി ആണ്. അപ്പോൾ ഇയും വിയും തമ്മിലുള്ള റിലേഷൻ ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിൽ ഇയും വരണം, അപ്പുറത്തെ സൈഡിൽ വിയും വരണം. അതാണല്ലോ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും ഫിസിക്സിൽ ടോട്ടൽ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയ ഡിസ്റ്റൻസുകൾ എന്താണ്, അപ്പോൾ ആദ്യം ഈ ടെസ്റ്റ് ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കും, പിന്നീട് ഇവിടെ കൊണ്ടുവെക്കും, പിന്നീട് ഇവിടെ കൊണ്ടുവെക്കും, പിന്നീട് ഇവിടെ കൊണ്ടുവെക്കും, പിന്നെ ഇവിടെ കൊണ്ടുവെക്കും, പിന്നീട് ഇവിടെ കൊണ്ടുവെക്കും. അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവെക്കുന്നതിൻ്റെ എഫക്റ്റ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ? കാരണം എന്താ? കാരണം ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ഒരുമിച്ച് കണ്ടുപിടിക്കാം, ടോട്ടൽ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഞാൻ ആ ഡിസ്റ്റൻസിനെ സ്മോൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഡി ആർ എന്ന് വിളിച്ചു. ഈ ഡിസ്റ്റൻസ് എല്ലാം എന്താണ്? എല്ലാ ഡിസ്റ്റൻസും ഒരേ ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം, എന്നാലേ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം ഡി ആർ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇത് സ്മോൾ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഡെറിവേഷൻ തുടങ്ങാം. ലെറ്റ് dw is a small work done, dv be a small potential, drb a small distance, as v is equal to w by q, dv is equal to, therefore dv is equal to dw divided by q. ഓക്കെ ആണല്ലോ? നമുക്കറിയാം work done is equal to, we have work done is equal to force into displacement, which will be equal to, for small work ആവുമ്പോൾ സ്മോൾ വർക്ക് ആകുമ്പോൾ dw is equal to f into dr എന്ന് കൊടുക്കുന്നത്. കാരണം ആ സ്മോൾ ഡിസ്പ്ലേസ്മെന്റിൽ ഡിസ്പ്ലേസ് ചെയ്യുക, സ്മോൾ
അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് ചെറുതായിരിക്കും. പക്ഷേ ഇവിടെ നെഗറ്റീവ് ഡി ആർ എന്ന് കൊടുത്തോക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ആ ചാർജിനെ മൂവ് ചെയ്യിക്കുന്നതും കൊണ്ട് ടു ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ വി പുട്ട് എ നെഗറ്റീവ് സൈൻ വിത്ത് ഡി ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നോക്കി, നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയായിരുന്നു ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡി വി ഈസ് ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ക്യൂ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. അതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക, ഇതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 in 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി വി ഈസ് ഈക്വൽ ടു ഡി ഡബ്ല്യുവിന് പകരം എഫ് ഇൻറ്റു നെഗറ്റീവ് ഡി ആർ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരുന്നു, ക്യൂ എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഇലക്ട്രിക് ഫോഴ്സ് നമ്മൾ പഠിച്ചാണ്, ഓർക്കുന്നുണ്ടോ? അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. അവിടെ നിന്ന് എഫ് ഈസ് ഈക്വൽ ടു എന്താ, ഇ ഇൻറ്റു ക്യൂ എന്ന് എടുത്ത് എഴുതാം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി വി എഫിന് പകരം എന്താണെന്ന് എഴുതാം, ഇ ഇൻറ്റു ക്യൂ ഇൻറ്റു നെഗറ്റീവ് ഡി ആർ ഡിവൈഡഡ് ബൈ ക്യൂ. ഇതിൻ്റെ സൈഡിൽ രണ്ട് ഇങ്ങനെ എഴുതി കൊടുത്തേക്കണം. എന്നിട്ട് ഈ ക്യൂവും കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ഡി വി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, ഇ ഇൻറ്റു നെഗറ്റീവ് ഡി ആർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് ഡി ആർ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡി വി ബൈ നെഗറ്റീവ് ഡി ആർ ഈസ് ഈക്വൽ ടു ഇ. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി വി ഡിവൈഡഡ് ബൈ ഡി ആർ എന്ന് വരും. അതായത് ഇതിനെ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. എന്താണ് ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്നറിയാമോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓരോ ഡിസ്പ്ലേസ്മെൻറ്റ് അടുത്തോട്ട് വരുമ്പോൾ, ഇപ്പോൾ നോക്കി, ഇവിടെ ഒരു ചാർജ് ഇരിക്കുകയാണ്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കാണും, ഇവിടെ വേറൊരു പൊട്ടൻഷ്യലായിരിക്കും, ഇവിടെ വേറൊരു പൊട്ടൻഷ്യലായിരിക്കും. ഒരു ഡി ആർ മാറുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യലിന് വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. അത് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റ് വെച്ചിട്ട് താഴോട്ട് എഴുതിക്കോണം. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെൻറ്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്, അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്ന് ആയിക്കോട്ടെ. ഈ ഫസ്റ്റ് ഞാൻ ഡെറിവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡെറിവേഷൻ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആര് വന്നിട്ടുണ്ട്, ഇയും വിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിലേഷനായി തമ്മിലുള്ള. ഇത് ഡെബ്രിയയ്ക്ക് മനസ്സിലായോ കാര്യങ്ങൾ? ഓക്കെ, ഏബൽ എങ്ങനെയുണ്ടോ മനസ്സിലായോ? അഭിരാം എങ്ങനെയുണ്ട്? അഭിരാം. ഓക്കെ, ലോവിസും ഏഞ്ചലീനയും. ഓക്കെ സർ, എനിക്ക് റേഞ്ച് കട്ടായിരുന്നു. ഓക്കെ. എവിടെ തൊട്ടാ പോയെ? സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ തൊട്ട്, ലൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ തൊട്ട്. അപ്പോൾ നമുക്കറിയാം ചെറിയ ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യാൻ വേണ്ടി ചെറിയ വർക്ക് ഡൺ ചെയ്യണം. സ്മോൾ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ആർ ആണ്. അപ്പോൾ ആ ഡി ഡബ്ല്യുവിന് വരെ നമുക്ക് ആ ഇക്വേഷൻ ഡി വി ഈസ് ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ക്യൂ എന്നാണ് നമ്മൾ എടുത്തത്. ആണോ അഞ്ജലീന?
സർ. അപ്പോൾ അതിനകത്ത് ആ ഡി ഡബ്ല്യുവിന് വരെ എഫ് ഇൻറ്റു ഡി ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ലയോ? നെഗറ്റീവ് ഡി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ലയോ? നെഗറ്റീവ് എങ്ങനെയാണ്? ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ ചാർജിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടാണ്, പക്ഷെ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്ന ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നതും കൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? എഫ് ഇൻറ്റു നെഗറ്റീവ് ഡി ആർ ബൈ ക്യൂ എന്ന് എടുത്തു. ഇനി ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഈസിക്കൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ്. അവിടുന്ന് ഫോഴ്സ് ഈസിക്കൽ ടു ഇ ഇൻറ്റു ക്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ എഫിന് പകരം ഇവിടെ ഇ ഇൻറ്റു ക്യൂ എന്ന് കൊടുക്കാം. എന്നിട്ട് ആ മുകളിലത്തെ ക്യൂവും താഴത്തെ ക്യൂവും വെട്ടിപ്പോയി. എന്നിട്ട് ഡി വി ഈസിക്കൽ ടു ഇ ഇൻറ്റു നെഗറ്റീവ് ഡി ആർ എന്ന് എഴുതി. ആ നെഗറ്റീവ് ഡി ആറിനെ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നപ്പം ഡി വി ബൈ നെഗറ്റീവ് ഡി ആർ ഈസിക്കൽ ടു അതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇ ഈസിക്കൽ ടു നെഗറ്റീവ് ഡി വി ബൈ ഡി ആർ. അതിനർത്ഥം ഈ ഡി വി ബൈ ഡി ആർ എന്ന് പറയുമ്പം പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്നാണ് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പം ഇവിടെ ഒരു ചാർജ് ഇരിക്കുകയാണ്. ഈ ചാർജിൻ്റെ ഇപ്പം ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അത് കഴിഞ്ഞ് ഡി ആർ ഡിസ്റ്റൻസ് മാറി ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അത് കഴിഞ്ഞ് ഡി ആർ ഡിസ്റ്റൻസ് മാറി ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അത് കഴിഞ്ഞ് ഡി ആർ ഡിസ്റ്റൻസ് മാറി ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഓരോ ഡി ആർ കഴിയും തോറും പൊട്ടൻഷ്യലിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യലിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഈ പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇലക്ട്രിക് ഫീൽഡ് എടുക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ശരിയല്ലേ? ഓക്കെ, അതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇത് ഒരു ചില്ലിട്ട് വെച്ചേക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ സിംപ്ലി നെഗറ്റീവ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ഇ ഈസിക്കൽ ടു വി ബൈ ആർ എന്ന് എഴുതാം. ഇനി സിംപ്ലി ഇ ഈസിക്കൽ ടു വി ബൈ ഡി എന്ന് വേണമെങ്കിലും എഴുതാം. ആർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണല്ലോ. ഇനി ചില ഡെറിവേഷൻ വരുമ്പോൾ ഇ ഈസിക്കൽ ടു വി ബൈ എൽ എന്നും നമ്മൾ എടുക്കാറുണ്ട്. അപ്പം ഈ ഡി വി ബൈ ഡി ആറിനെ നെഗറ്റീവ് കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമ്പോൾ നമുക്ക് ഈ ഈസിക്കൽ ടു വേണമെങ്കിൽ വെറും ഡി വി ബൈ ഡി ആർ എന്ന് എഴുതാം, അല്ലെങ്കിൽ വി ബൈ ആർ എന്ന് സിമ്പിളായിട്ട് എഴുതാം. ആ ആറിനെ മാറ്റിയിട്ട് ഡി ആക്കാം, ആ ആറിനെ മാറ്റിയിട്ട് എല്ല് വേണമെങ്കിലും ആക്കി എഴുതാം. അപ്പം ഈ 3 ഇക്വേഷൻ കൂടെ ഓർത്ത് വെച്ചേക്കണം. പല ഇക്വേഷനിലാണ് ഇനി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ അറിയപ്പെടാൻ പോകുന്നത്, ചെയ്യപ്പെടാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു വട്ടത്തിലിട്ട് വെച്ചിരിക്കുന്ന സാധനം കൂടെ ഒന്ന് സൈഡിലോട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് വലിയ ഡെറിവേഷനിലേക്ക് കയറാൻ പോവാണ്. ഇതും കൂടി ഇന്ന് പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം. നോക്കാം, നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ സമയം കിട്ടുമായിരിക്കും. ഇച്ചിരി വലുതാണ്, എന്നാലും നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അപ്പം ഹെഡിങ് എഴുതിക്കോണം. ഇലക്ട്രിക് ഫീൽഡ് due to a point charge. അതിൽ ഇത് പ്ലസ് ക്യൂ ആണ്, ഇത് പ്ലസ് ക്യൂ. അപ്പം ഇവിടെ എന്താണ് പ്ലസ് ക്യൂ, ഞാനിവിടെ കൺസിഡർ ചെയ്യാണ്. അപ്പം നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇത് ഇലക്ട്രിക് ഫീൽഡ് അല്ലല്ലോ. ഒരു സെക്കൻഡ്, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കഴിഞ്ഞതിനാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനായിരിക്കും കേട്ടോ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് പഠിച്ചായിരുന്നു. അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഇ ഈസിക്കൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് പഠിച്ചത് അല്ലേ? ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇങ്ങനെയാണ് പഠിച്ചത്. ഓക്കെ ആണല്ലോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വിയുടെ ഇക്വേഷൻ. നമുക്ക് വിക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്, വി ഈസിക്കൽ ടു W/Q ആണ്. അതേപോലെ തന്നെ ഇക്കും അതുപോലെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, എന്താണ് F/Q. പക്ഷേ ഇക്ക് നമ്മളൊരു പുതിയ ഇക്വേഷൻ ഡിറൈവ് ചെയ്തായിരുന്നു, 1/4πε0 Q ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന്. അതേപോലെ തന്നെ വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അതിനായിട്ട് വീണ്ടും ആ പടം വരയ്ക്കുകയാണ്. ഒരു പ്ലസ് ക്യൂ ചാർജ് വരയ്ക്കുന്നു. ആ പ്ലസ് ക്യൂ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെളിയിലോട്ടാണ്, അത് കൃത്യമായിട്ട് വരയ്ക്കുന്നു. അത് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇൻഫിനിറ്റിയിലൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു പി. ഇനി അടുത്തടുത്ത് കുറച്ച് ഡി ആർ ഡിസ്റ്റൻസിൽ ഇടവിട്ട് കുറച്ച് പോയിന്റ് കൺസിഡർ ചെയ്യാണ്.
ഇപ്പോൾ ഇത് ബി ആണ്, ഈ ബിയിലേക്കാണ് എനിക്ക് ഫൈനലി കൊണ്ട് വെക്കേണ്ടതെന്ന് വിചാരിച്ചു. അപ്പം ഇത് എ എന്ന് പറയുന്ന പോയിൻ്റാണെന്ന് വിചാരിച്ചു. അപ്പം ഒരു ഡി ആർ, ഇവിടെയും ഒരു ഡി ആർ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, ഇവിടെയും ഒരു ഡി ആർ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, ഇവിടെ ഒരു ഡി ആർ ഡിസ്റ്റൻസ്, ഇവിടെ ഒരു ഡി ആർ ഡിസ്റ്റൻസ്. ഓക്കെ, ശരിക്കും ഈ ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ചാർജിൽ നിന്ന് ഒരു സ്മോൾ ആർ ഡിസ്റ്റൻസ് ദൂരെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കരുതുക. അപ്പം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ ആർ ഡിസ്റ്റൻസ് ദൂരെയുള്ള ഈ പോയിന്റ് വരെയുള്ള വർക്ക് ഡൺ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി ഞാനൊരു ടെസ്റ്റ് ചാർജിനെ അവിടെ കൺസിഡർ ചെയ്യുന്നു. ടെസ്റ്റ് ചാർജ് അതിനെ എനിക്ക് ഇവിടെ കൊണ്ടുവെക്കണം. അപ്പം ഓൾറെഡി നമുക്കറിയാം ഡി വി ഇ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി വി ബൈ ഡി ആർ ആണെന്ന് നമുക്കറിയാം അല്ലേ? അവിടെ നിന്ന് ഡി വി ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ഇ ഇൻറ്റു ഡി ആർ എന്ന് വേണമെങ്കിൽ എഴുതാം. നെഗറ്റീവ് ഇ ഇൻറ്റു ഡി ആർ എന്ന് വേണമെങ്കിൽ എഴുതാമല്ലോ. നെഗറ്റീവ് ഇ ഇൻറ്റു ഡി ആർ എന്ന് എഴുതാം. ഓക്കെ, അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പോരെ. അതായത് ഡി വിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, മൈനസ് അപ്പുറത്തോട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കറിയാം ഡബ്ല്യു തന്നെയാണ് പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ തന്നെയാണ് ഡബ്ല്യു, വി തന്നെയാണ് ഡബ്ല്യു ആണല്ലോ. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഒരു കാര്യമാണ് നോക്കിക്കോളൂ. എൻ്റെ ഇടയ്ക്കൊക്കെ സ്ക്രീൻ സ്റ്റക്കായി പോകുന്നുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ, നിങ്ങൾ പടം വരച്ചെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡി വി ഈസിക്വൽ ടു നമുക്കറിയാം ഡി വി ഈസിക്വൽ ടു എന്താണ് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ ഏതായിരുന്നു? ആദ്യം എഴുതിയത് നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ഈസിക്വൽ ടു നെഗറ്റീവ് ഡി വി ബൈ ഡി ആർ ആണ്. ഓക്കെ, ഇവിടെ ഒന്ന് ഡി വി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡി വി കണ്ടുപിടിക്കാൻ വേണ്ടി ഡി വി ഈസിക്വൽ ടു നെഗറ്റീവ് ഇ ഇൻറ്റു ഡി ആർ എന്ന് എഴുതാൽ മതി. നെഗറ്റീവ് ഇ ഇൻറ്റു ഡി ആർ എന്ന് എഴുതാൽ മതി ആണല്ലോ. ആണ്. ഇനി നമുക്കറിയാവുന്നത് ഡബ്ല്യു തന്നെയാണ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറഞ്ഞു, കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ തന്നെയാണ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ ഡി ഡബ്ല്യു തന്നെയായിരിക്കും ഡി വി. അങ്ങനെയാണെങ്കിൽ ഈ ഡി വിനെ മാറ്റിയിട്ട് നമ്മൾ ഡി ഡബ്ല്യു ആക്കുന്നു. ഡി ഡബ്ല്യു ഈസിക്വൽ ടു നെഗറ്റീവ് ഇ ഇൻറ്റു ഡി ആർ എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാർജാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, അതിൻ്റെ അവിടുന്ന് ആർ ഡിസ്റ്റൻസ് ദൂരെ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? ഇ ഈസിക്വൽ ടു എന്താണ്? 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലേ? അതിവിടെ അപ്ലൈ ചെയ്യാണ്. നമുക്കറിയാം വി ഹാവ് ഇ ഈസിക്വൽ ടു, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. വി ഹാവ് ഇ ഈസിക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ഇതിന് ഇക്വേഷൻ 2. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ 1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻറ്റു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ വർക്ക് കിട്ടി. ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഡി ആർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്ക് കിട്ടി. എനിക്ക് ചെറിയ വർക്ക് അല്ലല്ലോ, ടോട്ടലല്ലേ കണ്ടുപിടിക്കണ്ടേ. നമ്മൾ ഡി എസിലെ ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ ഇൻ ഓർഡർ ടു ഫൈൻഡ് ടോട്ടൽ വർക്ക് ഡൺ, ഇൻ ഓർഡർ ടു ഫൈൻഡ് total work done, we have to integrate. We have to integrate the above equation, within the limits from ഇൻഫിനിറ്റി ടു ആർ. അപ്പോൾ അത് ഇൻഫിനിറ്റി തൊട്ട് ആർ വരെയുള്ള ടോട്ടൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ നെഗറ്റീവ് 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഡി ഡബ്ല്യുവിൻ്റെ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യു ടോട്ടൽ നമുക്ക് കിട്ടും. ഡബ്ല്യു ടോട്ടൽ ഈസ് ഈക്വൽ നെഗറ്റീവ് പുറത്തിറക്കാം, 1/4πε0 പുറത്തിറക്കാം, q പുറത്തിറക്കാം, ബാക്കി എന്തെന്ന് വരും? ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/r സ്ക്വയർ ഡി ആർ എന്ന് വരും. നമ്മൾ ഇൻ്റഗ്രൽ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിക്കോട്ടെ. ഡബ്ല്യു ടോട്ടൽ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് q ഡിവൈഡ് ബൈ 4πε0 ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ. ഈ 1/r സ്ക്വയറിനെ നമുക്ക് r⁻² dr എന്നാക്കാം. ഓക്കെ ആണല്ലോ. നമുക്ക് ഇൻ്റഗ്രൽ എഴുതുന്നുണ്ട്. ഇൻ്റഗ്രൽ x⁻n നമുക്ക് x⁻n+1 ഡിവൈഡഡ് ബൈ n+1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡബ്ല്യു ടോട്ടൽ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് q ഡിവൈഡഡ് ബൈ
4 pi epsilon 0 ഇൻ്റഗ്രൽ r റേസ് ടു മൈനസ് ടുവിനെ നമുക്ക് എക്സ് റേസ് ടു എന്നിനെ നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ r റേസ് ടു -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 ആണ്. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുക ഇൻഫിനിറ്റി r. എന്നിട്ട് നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഇല്ലായിരുന്നു ഈ ലിമിറ്റ് കൊടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡബ്ല്യു ടോട്ടൽ ഈസ് ഈക്വൽ ടു -q ഡിവൈഡഡ് ബൈ 4 pi epsilon 0. ഇതിനെ നമുക്ക് r റേസ് ടു -1 + 1 -1 ഡിവൈഡഡ് ബൈ -1 എന്ന് എടുക്കാം. അപ്പർ ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് r. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി ഈ മൈനസ് നേരെ ഈ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അതങ്ങ് നെഗറ്റീവായി പോകും. അപ്പോൾ പോസിറ്റീവായി പോകും. പോസിറ്റീവ് q ഡിവൈഡഡ് ബൈ 4 pi epsilon 0. r റേസ് ടു 1നെ നമുക്ക് 1/r തന്നെ ആക്കി എഴുതാം, ഇൻഫിനിറ്റി r. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് എഴുതുക. ഡബ്ല്യു ടോട്ടൽ ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4 pi epsilon 0. അപ്പർ ലിമിറ്റ് 1/r ആയതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, 1/r മൈനസ് 1/∞. ഓക്കെ, 1/∞ ഓൾമോസ്റ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പം ഡബ്ല്യു ടോട്ടൽ ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4 pi epsilon 0 ഇൻറ്റു 1/r. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡബ്ല്യു ടോട്ടൽ തന്നെയാണല്ലോ നമ്മുടെ പൊട്ടൻഷ്യൽ വി. ദെയർഫോർ വി ഈസ് ഈക്വൽ ടു അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1/4 pi epsilon 0 q ഡിവൈഡഡ് ബൈ r എന്ന് വരും. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. റിലേറ്റ് ചെയ്ത് കാണിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ ചെറുതാക്കി വെക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. So could you scroll a little to the top? Yeah. Is it okay? Okay. ഹന്ന ഫിസിക്സ് ആണ് കേട്ടോ. ഹന്ന Yes, sir. ഫിസിക്സ് ആയിരുന്നു. എടുത്ത ടോപ്പിക്കാണ്. Sir. Yes, yes, sir. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? പറയണേ, ഓക്കെ ആണെങ്കിൽ പറയണേ. എന്നിട്ട് അവസാനം നിങ്ങൾ എഴുതേണ്ടത് Okay, sir. ഓക്കെ, അവസാനം എഴുതേണ്ടത് ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദി ചാർജ് എന്നും കൂടെ എഴുതി വെച്ചേക്കണേ. ഇത് ഞാൻ എഴുതി തരാം. ഫ്രം ദ above equation it is clear
that potential is inversely proportional to distance from the charge. ഓക്കെ, ഇനിയും അടുത്തൊരു വലിയ ഡെറിവേഷൻ ആണ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചാൽ തീരത്തില്ല. നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക്കുകളുണ്ട്. ഇക്കി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അല്ല, ഇതും മറ്റേ ആ പഴയ ഇതുമായിട്ടൊരു ബന്ധം ഞാൻ എന്തായാലും പറഞ്ഞുതരാം. നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് എല്ലാം ജസ്റ്റ് ഒരു കണക്ഷൻ ഇക്വേഷൻ പോലെ ഞാനൊന്ന് എഴുതി കാണിച്ചു തരാൻ നോക്കിക്കോളൂ. അതായത് നമ്മൾ ആദ്യം പഠിപ്പിച്ചത് കൂളോംബിക് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്, കൂളംസ് ലോയുടെ ഇക്വേഷനാണ്. അതെന്തായിരുന്നു? അത് F = 1/4πε0 Q1 Q2 / എന്താണ് R² ആയിരുന്നു. രണ്ടാമത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചു. അതിൻ്റെ ഇക്വേഷൻ 1/4πε0 Q / R² ആണ്. എന്നാൽ ഇപ്പോൾ പൊട്ടൻഷ്യൽ പഠിച്ചു. അതെന്താണ്? 1/4πε0 Q / R. കണ്ടോ ആ കണക്ഷൻ കണ്ടോ? ഒന്ന് Q1 Q2/R², ഒന്ന് Q/R², ഒന്ന് Q/R. ഇനി ഒരു പൊട്ടൻഷ്യൽ എനർജിയും കൂടെ വരുന്നുണ്ട്, സെയിം സാധനം തന്നെ. അപ്പോൾ അതിനകത്തും ഈ കണക്ഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ U എന്നാണ് പറയുന്നത്. U = അതിപ്പോൾ പഠിക്കേണ്ട. U = 1/4πε0 Q1 Q2 / R. അതാകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയായി. ക്ലിയർ ആണല്ലോ? ഇതും കൂടെ എവിടെയെങ്കിലും സൈഡിലോട്ട് എഴുതി വെച്ചോ. കണക്ഷൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം, ഇതുവരെ പഠിച്ച ഇക്വേഷൻ. അത് ഈ പൊട്ടൻഷ്യൽ ചേർക്കേണ്ട ആവശ്യമില്ല. പൊട്ടൻഷ്യൽ അവിടെ വരുമ്പോഴത്തേക്ക് അതുകൂടെ ചേർത്തിട്ട് 4 എഴുതിപ്പിക്കാം. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ്, ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്ന് പറയാനായിട്ട്. 2 ഡെറിവേഷൻ, 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു വിട്ട് എല്ലാം കൂടെ ഒന്ന് പറയാം. അതായത് നമ്മൾ